നമ്മളെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്. അൽഹംദുലില്ലാ. യാസീൻ സൂറത്ത് ഓതാറുണ്ട്, വാക്കിയ, മുൽക്ക്, അതുപോലെ ആയത്തുൽ കുർസി. നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ നമ്മൾ ഓതാറുണ്ട്. ചിലപ്പോൾ അത് ഖുർആൻ നോക്കി ഓതും, ചിലപ്പോൾ മൊബൈൽ നോക്കി ഓതും, ചിലപ്പോൾ മനപ്പാടമായിട്ട് ഓതാറുണ്ട്. പ്രത്യേകിച്ച് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് പലപ്പോഴും ഉമ്മമാരൊക്കെ ചിലപ്പോൾ അദ്കാർ നോക്കി ഓതാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹദ്ദാദ് ഓതാറുണ്ട്. അങ്ങനെ നിരവധി ഔറാദുകൾ, നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ. ഒരു ആപ്തവാക്യമുണ്ട്, മല്ലൈസ ലഹു വിറുദുൻ ഫഹുവ കിറുദുൻ. ഒരാൾക്ക് സ്ഥിരമായി പറയുന്ന ഒരു വിറുദ്, അതായത് സ്ഥിരമായി പറയുന്ന ഒരു കാര്യമില്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ്. അതായത് എല്ലാ ദിവസവും അവൻ യാസീൻ ഓതുന്നവനാണ്. ഇപ്പോൾ ഓരോ ആളുകൾക്ക് വ്യത്യസ്തം. ചിലപ്പോൾ എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ എല്ലാ ദിവസവും യാസീൻ ഓതില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളുകൾ, എല്ലാ ദിവസവും ആയത്തുൽ കുർസി മുടങ്ങാതെ ഓതുന്നവർ, എല്ലാ ദിവസവും ഹദ്ദാദ് ഓതുന്നവർ. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അമൽ നമുക്ക് വേണം. സുബഹിക്ക് ശേഷമാവാം, മഗ്രിബിന് ശേഷമാവാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു വിറുദ് നമ്മുടെ കയ്യിൽ വേണം. വിറുദ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു അമൽ. നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരിയായി നമ്മൾ നാവ് കൊണ്ട് പറയുന്ന എന്തെങ്കിലും ഒരു അമൽ സ്ഥിരമായി നമ്മൾ ചെയ്യണം. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അങ്ങനെ സ്ഥിരമായി നമുക്ക് എല്ലാ ദിവസവും പറയാൻ പറ്റിയ ഒരു 7 ചെറിയ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമോനാകുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ് 7 ആയത്തുകൾ. ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതുകയാണെങ്കിൽ അവൻ്റെ വെറുതായവൻ ഓതുന്നു. അത് മഗ്രിബിന് ശേഷമാവാം, അസറിന് ശേഷമാവാം, ളുഹറിന് ശേഷമാവാം, ഇശാക്ക് ശേഷമാവാം, സുബഹിക്ക് ശേഷം, ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല. അവൻ സ്ഥിരമായി ഈ ആയത്തുകൾ ഓതുന്നു എങ്കിൽ സ്വബാഹൻ ഔ മസാഅൻ, ചിലപ്പോൾ അത് രാവിലെ ഓതാം അല്ലെങ്കിൽ വൈകിട്ട് ഓതാം. അമീന മിൻ ആഫാത്തി സമാൻ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു അവനെ സുരക്ഷിതമാക്കും. അതായത് വൈറസുകൾ, കടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ, എല്ലാത്തിനെ തൊട്ടും ശത്രുക്കളുടെ ഉപദ്രവം, എല്ലാത്തിനെ തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ കാവൽ ഉണ്ടാകുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മഹാനായ കഅബ് ഇബ്നു അഖ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും ഒരു പ്രശ്നവും ഉണ്ടാവാതെ രക്ഷപ്പെടാൻ ഈ 7 ആയത്തുകൾ മതിയെന്നാണ്. അതായത് ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും നമുക്കൊന്നും പറ്റൂല, അത്തരത്തിൽ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്ന 7 കുഞ്ഞൻ ആയത്തുകൾ അതിപ്രധാനപ്പെട്ട ആയത്തുകളാണ്. നമുക്കിത് ഓതാൻ വലിയ പ്രയാസം അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന ആയത്തുകളിൽപ്പെട്ട ആയത്തുകൾ തന്നെയാണ്. പിന്നെ ചൊല്ലുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. പിന്നെ മറ്റ് ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇത് ഖുർആനാണ് ഓതുന്നത് എന്ന ചിന്തയിൽ ഇത് ഓതുക. എനിക്കിത് പ്രതിഫലം കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് ഓതാൻ. അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു തൗബ അല്ലെ, ബിസ്മി ഇല്ലാത്ത സൂറത്താണല്ലോ സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്ത്. ഞാൻ ഈ 7 ആയത്ത് പറയാൻ പോവുകയാണ്. എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പമാർ ശ്രദ്ധിക്കണം. നമുക്കൊരു ഡയറി ഉണ്ടല്ലോ, നമ്മുടെ ചാനലിൽ കൂടി പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ എഴുതി വെക്കാൻ ഒരു ഡയറിയോ ഒരു ബുക്കോ ഉണ്ടായിരിക്കൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്ക കയ്യിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾ ഇപ്പം തന്നെ എഴുതി വെക്കുക. സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്ത്. ഇനി ആ ആയത്തും ഒന്ന് എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേഗത്തിൽ അത് ഓതാൻ പറ്റും. ഏതാണ് ആ ആയത്ത്? ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല, അഊദു മാത്രം ഓതിയാലും മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വളരെ എളുപ്പം ഓതാൻ, കണ്ടോതിയാൽ മതി, കാണാതെ പഠിക്കണമെന്നില്ല. കാണാതെ പഠിച്ചാൽ വലിയ ഖൈറാണ്. നമുക്കിത് ഒരാഴ്ച കണ്ട് ഓതി 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 വരുമ്പോൾ നമുക്കിത് കാണാതെ ഓതാൻ പറ്റും. വളരെ സിമ്പിൾ ആയതാണ്. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല അല്ലാ. അല്ലേ പടച്ചവനെ, നീ എന്തെങ്കിലും ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ?
നീ വിധിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കത് പറ്റും. നീ വിധിക്കാത്ത ഒരപകടവും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരൂല. ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും അള്ളാഹു വിചാരിച്ചു നമുക്കൊന്നും പറ്റണ്ടെന്ന്, നമുക്കൊന്നും പറ്റൂല. ഇനി ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സംരക്ഷിക്കാൻ നോക്കിയാലും അള്ളാഹു തീരുമാനിച്ചു നമ്മൾ മരിക്കണമെന്ന്, നമ്മൾ മരിക്കും. ലോകത്തുള്ള എല്ലാവരും ചിന്തിക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ, പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്നു നമ്മൾ മരിക്കാൻ, എങ്കിൽ നമ്മൾ മരിക്കും. ലോകത്തുള്ള എല്ലാവരും തീരുമാനിക്കുന്നു നമ്മളെ കൊല്ലാൻ, പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്നു നമ്മളെ രക്ഷിക്കാൻ, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അള്ളാഹുവേ നിന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക. അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവേ നിന്റെ മേലാണ് ഞങ്ങൾ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നത്, ഭരമേൽപ്പിക്കേണ്ടത് എന്നർത്ഥം വരുന്ന ഈ ഒരു ആയത്ത്. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അപ്പോൾ ഈ ആയത്ത് മറന്നു പോവണ്ട. ഇനി രണ്ടാമത്തേത് സൂറത്തു തൗബ. അതേ സൂറത്തിൻ്റെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത്. ഇത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്? ഒന്ന് ഓടിച്ചു പോവാം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇതാണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത്. ഒരു മനുഷ്യൻ ഈ രണ്ടായത്തുകൾ സ്ഥിരമാക്കിയാൽ, രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവൻ മരിക്കൂല, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ അവൻ മരിക്കൂല. കാരണം അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടാകും, മറ്റ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ഇനി സൂറത്തുൽ ബക്കറ മൂന്നാമത്തെ ആയത്ത്, സൂറത്തുൽ ബക്കറയുടെ 286 ആയത്ത്. അതായത് ആമന റസൂലു എന്ന് നമ്മൾ പറയും, നമ്മൾക്ക് ഓതുന്നവരാണ്, നമുക്ക് അറിയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ الرسل وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്, നമ്മളൊക്കെ മദ്രസ തൊട്ടേ പഠിച്ചിട്ടുള്ള ആയത്താണ് ആമന റസൂലു. അപ്പോൾ ഇത് കാണാതെ അറിയാവുന്നവർ അങ്ങനെ ഓതാം, അല്ലെങ്കിൽ നോക്കി ഓതാം. സൂറത്തുൽ ബക്കറയുടെ ഏറ്റവും അവസാനത്തെ രണ്ടായത്ത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ആയത്ത്. ഇനി നാലാമത്തേത് സൂറത്തുൽ ഹൂദിന്റെ 56 ആയത്താണ്. സൂറത്തുൽ ഹൂദിന്റെ 56 ആയത്ത് വളരെ എളുപ്പമുള്ള, നമ്മളൊക്കെ സാധാരണ ചില ദിക്റുകൾ പറയുമല്ലോ, ആ ദിക്റുകളുടെ വാക്കുകളാണ് ഈ ആയത്തിലുള്ളതെന്നാണ്. കേട്ടോ, സൂറത്തുൽ ഹൂദിന്റെ 56 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. വളരെ എളുപ്പം. എന്താ അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കുകയാണ്. ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബികും. റബ്ബേ പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, നിന്നിലേക്ക് ഞങ്ങളിതാ തവക്കുലാക്കുകയാണ്, ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിക്കുന്ന, നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെ ഇല്ല. അതായത് ലോകത്തുള്ള മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം നെറുകയിൽ അള്ളാഹു പിടിക്കും. അതായത് അള്ളാന്റെ നിയന്ത്രണത്തിലാണ് അവകൾ പോകുന്നത്. മനുഷ്യൻ ഇരിക്കുന്നതും കിടക്കുന്നതും
കിടക്കുന്നതും നടക്കുന്നതും എല്ലാം അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാണ്, അള്ളാഹു നേരായ മാർഗത്തിലാണ്, ആ മാർഗത്തിൽ അള്ളാഹു എന്നെയും നീ നയിക്കണേ എന്ന ഒരർത്ഥം വരുന്ന ആയത്ത് നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചോ. സൂറത്തുൽ ഹൂദ് 52-ാമത്തെ ആയത്ത്. എന്നിട്ട് അത് ഖുർആൻ നോക്കി നമുക്ക് എഴുതിയെടുക്കാം. ഇനി 5-ാമത്തെ ആയത്ത് സൂറത്തു ത്വാഹയുടെ 25, 26, 27, 28 ആയത്ത്. വളരെ സിമ്പിളാണ്, അത് ഭയങ്കര വലിയ ആയത്ത് ഒന്നുമല്ല. സൂറത്തു ത്വാഹയുടെ 25, 26, 27, 28 ആയത്ത്. 4 ആയത്തുകൾ വളരെ സിമ്പിളാണ്. കേട്ടോ ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. 4 ആയത്ത്. ഈ ആയത്ത് ഉസ്താദെ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് 5 വയസ്സായി, 6 ആയി, 7 ആയി, 8 ആയി, ഇതുവരെ അവൻ്റെ സംസാരം തിരിഞ്ഞിട്ടില്ല, അവൻ എന്താ പറയുന്നതെന്ന് തിരിയുന്നില്ല, സംസാരം ക്ലിയർ ആകുന്നില്ല, സംസാരത്തിൽ വിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ഞപ്പ് വരുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു ദുആ വസിയത്ത് പറയാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആയത്തും ഇതാണ്. നമ്മുടെ സംസാരവും നമ്മുടെ മക്കളുടെ സംസാരമൊക്കെ, സംസാരശേഷി, നമ്മുടെ സ്വഭാവം, നമ്മുടെ മക്കളുടെ സ്വഭാവമൊക്കെ ക്ലിയർ ആയി മാറാൻ ഈ 4 ആയത്തുകൾ ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതി മന്ത്രിച്ച് ആ വെള്ളം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. മക്കൾക്ക് ചായ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ വായിലേക്ക് നമ്മൾ വാരി കൊടുക്കൂലേ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഈ 4 ആയത്തുകൾ ഓതിയിട്ട് ആ ഭക്ഷണത്തിൽ മന്ത്രിക്കാം. അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചായ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നു, എന്ത് കൊടുത്താലും ജ്യൂസ് കൊടുക്കുന്നു, അതിലൊക്കെ ഈ ഒരു ആയത്ത് 4 ആയത്ത് വളരെ സിമ്പിളാണ്. ഖാല റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. അതായത് ഇത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ, മൂസാ നബിയുടെ ദുആയാണ്. അല്ലാഹുവേ പടച്ചവനെ റബ്ബിശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ, വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിനൊരു കെട്ടുണ്ട്, നാവിനൊരു കൊഞ്ഞപ്പുണ്ട്, സംസാരത്തിനൊരു ക്ലിയർ ആവാത്ത തരത്തിലുള്ള ഒരു സംസാരമാണ്, അത് നീ മാറ്റിത്തരണേ, കെട്ടഴിച്ചു തരണേ, യഫ്ഖഹൂ ഖൗലി, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റണേ, അതിനുള്ള തൗഫീക്ക് തരണേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 5-ാമത്തെ ആയത്ത് സൂറത്തുൽ ഹൂദിന്റെ 25, 26, 27, 28 ആയത്ത്. ഇനി 6-ാമതായി നമ്മൾ പരിചയപ്പെടുന്നത് സൂറത്തുൽ അൻകബൂത്തിന്റെ 60-ാമത്തെ ആയത്ത്. വളരെ സിമ്പിളാണ്, കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. അല്ലാഹുവേ ഉപജീവനം അല്ലേ, ദിവസവും കിട്ടുന്ന ഭക്ഷണം, ആ ഉപജീവനം അതിൻ്റെ ചുമതല വഹിക്കാത്ത എത്രയോ ജീവികളാണ് ലോകത്തുള്ളത്. എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവൻ അല്ലെ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ പടച്ച റബ്ബേ നീയാണ്. അല്ലാഹുവേ നീ കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജോലി ശരിയാവാത്ത ആളുകളുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ജോലി ശരിയാകുന്നില്ല. ആ ഖൈറായ ജോലി കിട്ടാനും +2 കഴിഞ്ഞ ആളുകളുണ്ട്. ഡിഗ്രി ഏതെടുക്കും, BA അറബി, BA ഇംഗ്ലീഷ്, BA സയൻസ്, അത് ഇത് ഏതെടുക്കും, എങ്ങനെ പോകണം, എന്തിനു പോകണം, വളരെയധികം പ്രയാസത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആയത്ത് സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിൽ എന്താണോ ഖൈർ അത് അല്ലാഹു തോന്നിപ്പിക്കും. ഏതാണ്? സൂറത്തുൽ അൻകബൂത്തിന്റെ 60-ാമത്തെ ആയത്ത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം എന്നാണ് ആയത്ത്. വളരെ സിമ്പിൾ ആയ ആയത്താണ്, അതുകൊണ്ട് ഈ ആയത്ത് മറക്കണ്ട. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഓതാം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ സുബഹിക്ക് ശേഷമോ ഒരു പ്രാവശ്യം ഒരു ദിവസമെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 7-ാമത്തേത് സൂറത്തുൽ ഖലം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഖലം, ആ സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത്.
ഇത് കണ്ണേറ്, സിഹിർ, കരിനാക്ക്, കൊതി അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് ബെസ്റ്റാണ് കേട്ടോ. ഏതായത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇയകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉദ്ദിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. ഇതാണ് ആയത്ത്. ഇത് നമ്മുടെ മക്കളുടെ തലയുടെ മുകളിൽ കൈവച്ചിട്ട്, വലത് കൈവച്ചിട്ട് ഈ ആയത്ത് ഓതുക. ഏതാണ് ആയത്ത്? വഇയകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉദ്ദിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത്. അപ്പോൾ 7 ആയത്തുകൾ നമ്മളിവിടെ പറഞ്ഞു. ഈ 7 ആയത്തുകൾ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്ത്, ആ എഴുതുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഓതുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതൊന്ന് എഴുതിയെടുത്ത്, പിന്നെ ആമന റസൂൽ എഴുതേണ്ട കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു വെറുതായി, നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമായി, ഇപ്പോൾ മൊബൈലിൽ ഓതുന്ന ആളുകളുണ്ട്, ആയത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു തരും. ഈ പറയുന്ന ആയത്തുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിങ്ങനെ നമുക്ക് ഓരോ ആയത്തും ഇങ്ങനെ മാറി മാറി ഓതാം. ഇതെല്ലാ ദിവസവും ഓതിയാൽ ആകാശം ഇടിഞ്ഞ് ഭൂമിയിലേക്ക് വീണാലും നമുക്കൊന്നും പറ്റൂല. ഇത് പറഞ്ഞത് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതി നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കുക, നമ്മുടെ സമ്പത്തിന് വേണ്ടി, നമ്മുടെ കച്ചവടം റാഹത്തിലാവാൻ, നമ്മുടെ ഭർത്താവിൻ്റെ കച്ചവടത്തിന് വേണ്ടി, നമ്മുടെ ഭാര്യയുടെ രോഗങ്ങൾ മാറാനൊക്കെ ഈ ആയത്തുകൾ ഓതിയിട്ട് ദ്വാരക്കിൻ ഇൻഷാ അല്ലാഹ് എല്ലാവിധ കാവലും ഉണ്ടാകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിരവധി പേരാണ്. പടച്ച തമ്പുരാൻ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ, എല്ലാവിധ ഖൈറും നമുക്ക് തരട്ടെ. ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും ആ ഖുർആൻ കൊണ്ട് അവസാനം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഹലാലായ മുറാദുകൾ ഒരുപാട് പേര് കമന്റിലൂടെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ, എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.